നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി അപേക്ഷ നൽകിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അപേക്ഷ കൊടുത്ത ആളുകൾക്ക് ഇപ്പോൾ മെസ്സേജുകൾ വരുന്നുണ്ട്. ഈ മെസ്സേജുകൾ ശ്രദ്ധാപൂർവം തന്നെ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. എന്താണ് മെസ്സേജ് വരുന്നത്, ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ മെസ്സേജ് വരാത്ത ആളുകൾ എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയായിരുന്നു നമ്മളെല്ലാ ആളുകളും അപേക്ഷ കൊടുത്തത്. അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൊടുത്ത ആളുകളുണ്ട്, അല്ലാത്ത സ്വന്തമായി ചെയ്ത ആളുകളുണ്ട്. അങ്ങനെ ആളുകൾക്കെല്ലാം ഇപ്പോൾ മെസ്സേജുകൾ വരുന്നുണ്ട്. ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മെസ്സേജ് ശ്രദ്ധാപൂർവ്വം വായിക്കുക, എന്താണ് അതിൽ പറയുന്നത് നോക്കുക. ഇപ്പോൾ ഇന്നലെ വന്നൊരാൾക്കൊന്ന മെസ്സേജാണിത്. യുവർ ആപ്ലിക്കേഷൻ അണ്ടർ ദ സ്ത്രീ സുരക്ഷാ സ്കീം ഹാസ് ബീൻ റിട്ടേൺഡ്. ആപ്ലിക്കേഷൻ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് റിട്ടേൺ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എവിടെ നിന്നാണോ നിങ്ങൾ അപേക്ഷ നൽകിയത് അവരുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുക. അതിൽ കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു ലോഗിൻ വെച്ചോ അല്ലെങ്കിൽ അക്ഷയ ലോഗിൻ വെച്ചായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുക. ഇങ്ങനെ ചെയ്ത ആളുകൾക്കായിരിക്കും ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ അത് ചെയ്തത് അവിടെ പോയി ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യങ്ങൾ കൊണ്ടാണോ അത് റിട്ടേൺ ചെയ്ത് മനസ്സിലാവുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ കൊടുത്ത രേഖകളിലെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ രേഖകൾ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് വായിക്കാൻ സാധിക്കാത്തത് കൊണ്ട് റിട്ടേൺ ചെയ്തതായിരിക്കാം. അതുമല്ലെങ്കിൽ അനർഹമായിട്ട് നമ്മൾ അപേക്ഷ കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം. എങ്ങനെയായിരുന്നാലും നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റ് നമ്മൾ ഓണാക്കണം. സ്വന്തമായി ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അതല്ല അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ആയത് എങ്ങനെയെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വന്തമായി ഇപ്പോൾ മെസ്സേജ് വരാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് അപ്രൂവൽ മെസ്സേജ് വന്നിട്ടുണ്ട്. മറ്റു ചില ആളുകൾക്ക് അപ്രൂവൽ മെസ്സേജോ അല്ലെങ്കിൽ റിട്ടേൺ മെസ്സേജോ ഒന്നും വരാത്ത ആളുകളുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ എസ് എന്നും വരാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഒരു മെസ്സേജ് വരാത്ത ആളുകൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്കും അവിടെ കൊടുത്തിരുന്നു. ഈ വീഡിയോയുടെ അടിയിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ നമ്പർ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് റിട്ടേൺ ആയിട്ടുണ്ടോ, അത് റിജക്റ്റ് ആയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നങ്ങനെ അറിയാൻ സാധിക്കും. ഇങ്ങനെ അപ്രൂവൽ ആയ ആളുകൾക്ക് ഈ മാസം അവസാനത്തിൽ തന്നെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 12 ലക്ഷത്തിലധികം ആളുകളാണ് ഇങ്ങനെ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ 12 ലക്ഷം ആളുകൾക്ക് അപേക്ഷ നൽകിയ ആളുകൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ ഇങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജ് വരാത്ത ആളുകൾ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അപ്രൂവൽ ആയ ആളുകൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റിജക്റ്റോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിലേക്ക് എത്തിയെന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരികയാണെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ റേഷൻ കാർഡ്, ഒറിജിനൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നിങ്ങൾ പ്രായം തെളിയിക്കുന്ന രേഖ എന്താണോ കൊടുത്തത് അത്, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് എന്നിവയെല്ലാം ഒറിജിനൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇതിൽ പല ആളുകൾക്കും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് SLC ബുക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരിക്കും നിങ്ങൾ സ്കാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ കൊടുത്ത ആളുകൾക്കാണ് അത് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞ് റിട്ടേൺ അടിച്ചത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വെച്ച ആളുകൾ എന്നിങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ അത് റിട്ടേൺ മെസ്സേജ് വന്നിട്ടുള്ളത്. അല്ലാത്ത ആളുകൾക്കെല്ലാം അത് അപ്രൂവൽ തന്നെ ആയിട്ടുണ്ട്. ഇങ്ങനെ അപ്രൂവൽ ആയ ആളുകൾക്ക് അടുത്ത മാസം മുതൽ തന്നെ 1000 രൂപ ലഭിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.